ഈ അനുഗ്രഹീതമായ ദിവസം 205 ദിനം. യോശുവയുടെ പുസ്തകം 18 അധ്യായം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 21 അധ്യായവും അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ 1 ലേഖനവും വായിക്കാം. യോശുവ 18 അധ്യായം. അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ശീലോവിൽ ഒന്നിച്ചുകൂടി. അവിടെ സമാഗമന കൂടാരം നിർത്തി. ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കളിൽ അവകാശം ഭാഗിച്ചു കിട്ടാതിരുന്ന 7 ഗോത്രങ്ങൾ ശേഷിച്ചിരുന്നു. യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കുവാൻ പോകുന്നതിന് നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും? ഓരോ ഗോത്രത്തിനും 300 പേരെ നിയമിപ്പീൻ. ഞാൻ അവരെ അയക്കും. അവർ പുറപ്പെട്ട് ദേശത്തുകൂടി സഞ്ചരിച്ച് തങ്ങൾക്ക് അവകാശം കിട്ടേണ്ടും പ്രകാരം കണ്ടെഴുതി എന്റെ അടുക്കൽ മടങ്ങി വരണം. അത് 7 പങ്കായി ഭാഗിക്കണം. യഹൂദ തന്റെ അതിർക്കകത്ത് തെക്ക് പാർത്തുകൊള്ളട്ടെ. യോസേഫിന്റെ കുലവും തന്റെ അതിർക്കകത്ത് വടക്ക് പാർത്തുകൊള്ളട്ടെ. അങ്ങനെ നിങ്ങൾ ദേശം 7 ഭാഗമായി കണ്ടെഴുതി ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. ഞാനിവിടെ നമ്മുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ചീട്ടിടും. ലേവ്യർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരിയില്ലല്ലോ. യഹോവയുടെ പൗരത്വം അവരുടെ അവകാശമാകുന്നു. ഗാദും രൂബേനും മനശ്ശെയുടെ പാതി ഗോത്രവും യഹോവയുടെ ദാസനായ മോശെ അവർക്ക് കൊടുത്തിട്ടുള്ള അവകാശം യോർദാന് കിഴക്ക് വാങ്ങിയിരിക്കുന്നു. അങ്ങനെ ആ പുരുഷന്മാർ യാത്ര പുറപ്പെട്ടു. ദേശം കണ്ടെഴുതുവാൻ പോയവരോട് യോശുവ, നിങ്ങൾ ചെന്ന് ദേശത്തുകൂടി സഞ്ചരിച്ച് കണ്ടെഴുതുകയും ഞാൻ ഇവിടെ ശീലോവിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ചീട്ടിടേണ്ടതിന് എന്റെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവർ പോയി ദേശത്തുകൂടി കടന്ന് നഗര വിവരത്തോടുകൂടെ ഒരു പുസ്തകത്തിൽ അത് 7 ഭാഗമായി എഴുതി ശീലോവിൽ യോശുവയുടെ അടുക്കൽ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ യോശുവ ശീലോവിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് അവർക്ക് വേണ്ടി ചീട്ടിട്ടു. അവിടെ വെച്ച് യോശുവ ഇസ്രായേൽ മക്കൾക്ക് ഗോത്രവിഭാഗ പ്രകാരം ദേശം വിഭാഗിച്ചു കൊടുത്തു. ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി നറുക്കു വന്നു. അവരുടെ അവകാശത്തിന്റെ അതിർ യഹൂദയുടെ മക്കളുടെയും യോസെഫിന്റെ മക്കളുടെയും മധ്യേ കിടക്കുന്നു. വടക്കുഭാഗത്ത് അവരുടെ വടക്കേ അതിർ യോർദാങ്കൽ തുടങ്ങി വടക്ക് എരിഹോവിന്റെ പാർശ്വം വരെ ചെന്ന് പടിഞ്ഞാറോട്ട് മലനാട്ടിൽ കൂടി കയറി ബേത് ആവേൻ മരുഭൂമിയിങ്കൽ അവസാനിക്കുന്നു. അവിടെ നിന്ന് ആ അതിർ ബഥേൽ എന്ന ലൂസിന്റെ തെക്കുവശം വരെ കടന്ന് താഴെ ബേത് ഹോരോന്റെ തെക്കുവശത്തുള്ള മലവഴിയായി അദരോത്ത് അദാരിലേക്ക് ഇറങ്ങുന്നു. പിന്നെ ആ അതിർ വളഞ്ഞ് പടിഞ്ഞാറേ വശത്ത് ബേത് ഹോരോന് എതിരെയുള്ള മല മുതൽ തെക്കോട്ട് തിരിഞ്ഞ് യഹൂദ മക്കളുടെ പട്ടണമായ കിര്യത്ത് യയാരീം എന്ന കിര്യത്ത് ബാലയിങ്കൽ അവസാനിക്കുന്നു. ഇത് തന്നെ പടിഞ്ഞാറേ ഭാഗം. തെക്കേ ഭാഗം കിര്യത്ത് യയാരീമിന്റെ അറ്റത്തു തുടങ്ങി പടിഞ്ഞാറോട്ട് നെപ്തോഹ വെള്ളത്തിന്റെ ഉറവ് വരെ ചെല്ലുന്നു. പിന്നെ ആ അതിർ ബെൻഹിന്നോം താഴ്വരയ്ക്കെതിരെയും രഫായിം താഴ്വരയുടെ വടക്ക് വശത്തുമുള്ള മലയുടെ അറ്റം വരെ ചെന്ന് ഹിന്നോം താഴ്വരയിൽ കൂടെ തെക്കോട്ട് യബൂസ്യ പർവ്വതത്തിന്റെ പാർശ്വം വരെയും ഏൻ രോഗേൽ വരെയും ഇറങ്ങി വടക്കോട്ട് തിരിഞ്ഞ് ഏൻ ശെമേഷിലേക്കും അദുമീം കയറ്റത്തിനെതിരെയുള്ള ഗലീലോത്തിലേക്കും ചെന്ന് രൂബേന്റെ മകനായ ബോഹാന്റെ കല്ലുവരെ ഇറങ്ങി അരാബയ്ക്കെതിരെയുള്ള മലം ചെരുവിലേക്ക് കടന്ന് അരാബയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. പിന്നെ ആ അതിർ വടക്കോട്ട് ബേത് ഹോഗ്ലയുടെ മലഞ്ചെരുവ് വരെ കടന്ന് തെക്ക് യോർദാന്റെ അഴിമുഖത്ത് ഉപ്പുകടലിന്റെ വടക്കേ അറ്റത്ത് അവസാനിക്കുന്നു. ഇത് തെക്കേ അതിർ. അതിന്റെ കിഴക്കേ അതിർ യോർദാൻ ആകുന്നു. അത് ബെന്യാമീൻ മക്കൾക്ക് കുടുംബമായി കിട്ടിയ അവകാശത്തിന്റെ ചുറ്റുമുള്ള അതിരുകൾ. എന്നാൽ ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ പട്ടണങ്ങൾ യെരിഹോ, ബേത് ഹോഗ്ല, എമെക് കെസീസ്, ബേത് അരാബ, സെമറയീം, ബഥേൽ, അവീം ഭാര, ഒഫ്ര, കെഫാർ അമോനി, ഒഫ്നി, ഹേബ,
ഇങ്ങനെ 12 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഗിബയോൻ, രാമ, ബേരോത്ത്, മിസ്പെ, കെഫീര, മോസ, രേഖം, ഈപ്രേൽ, തരല, സേല, ഏലഫ്, യെരൂശലേം എന്ന യെബൂസ്യ നഗരം, ഗിബയത്ത്, കിര്യത്ത്, ഇങ്ങനെ 14 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഇത് ബെന്യാമീൻ മക്കൾക്ക് കുടുംബമായി കിട്ടിയ അവകാശം. യെശയ്യാവ് 21 അധ്യായം. സമുദ്രതീരത്തെ മരുഭൂമിയെക്കുറിച്ചുള്ള പ്രവാചകം. തെക്ക് ചുഴലിക്കാറ്റടിക്കുന്നത് പോലെ അത് മരുഭൂമിയിൽ നിന്ന് ഭയങ്കര ദേശത്തു നിന്ന് തന്നെ വരുന്നു. കഠിനമായൊരു ദർശനം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ദ്രോഹി ദ്രോഹം ചെയ്യുന്നു, കവർച്ചക്കാരൻ കവർച്ച ചെയ്യുന്നു. ഏലാമേ, കയറി ചെല്ലുക, മേദ്യയെ നിരോധിച്ചു കൊള്ളുക. അതിൻ്റെ ഞരക്കമൊക്കെയും ഞാൻ നിർത്തിക്കളയും. അതുകൊണ്ട് എൻ്റെ അരയിൽ വേദന നിറഞ്ഞിരിക്കുന്നു. നോവ് കിട്ടിയ സ്ത്രീയുടെ നോവ് പോലെയുള്ള വേദന എന്നെ പിടിച്ചിരിക്കുന്നു. എനിക്ക് ചെവി കേട്ടുകൂടാതെ വണ്ണം ഞാൻ അതിവേദനപ്പെട്ടിരിക്കുന്നു. കണ്ണ് കാണാതെ വണ്ണം ഞാൻ പരിഭ്രമിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയം പതറുന്നു, ഭീതി എന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു. ഞാൻ കാംക്ഷിച്ച സന്ധ്യാസമയം അവൻ എനിക്ക് വിറയലാക്കി തീർത്തു. മേശ ഒരുക്കുവീൻ, പരവതാനി വിരിപ്പീൻ, ഭക്ഷിച്ച് പാനം ചെയ്യുവീൻ. പ്രഭുക്കന്മാരെ എഴുന്നേൽപ്പീൻ, പരിചയ്ക്ക് എണ്ണ പൂശുവീൻ. കർത്താവ് എന്നോട്, നീ ചെന്ന് ഒരു കാവൽക്കാരനെ നിർത്തിക്കൊള്ളുക, അവൻ കാണുന്നത് അറിയിക്കട്ടെ. ഈരണ്ടിരണ്ടായി വരുന്ന കുതിരപ്പടയെയും കഴുതപ്പടയെയും ഒട്ടകപ്പടയെയും കാണുമ്പോൾ അവൻ ബഹുശ്രദ്ധയോടെ ശ്രദ്ധിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അവൻ ഒരു സിംഹം പോലെ അലറി, കർത്താവേ, ഞാൻ പകൽ ഇടവിടാതെ കാവൽ നിൽക്കുന്നു, രാത്രി മുഴുവനും ഞാൻ കാവൽ കാത്തുകൊണ്ടിരിക്കുന്നു. ഇതാ ഒരു കൂട്ടം കുതിരച്ചേവകർ ഈരണ്ടിരണ്ടായി കുതിരപ്പട വരുന്നു എന്ന് പറഞ്ഞു. വീണ് ബാബേൽ വീണു, അതിലെ ദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെയും നിലത്തു വീണ് തകർന്നു കിടക്കുന്നു എന്നും അവൻ പറഞ്ഞു. എൻ്റെ മെതിയെ, എൻ്റെ കളത്തിലെ ധാന്യമേ, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്തു, ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങളോട് അറിയിച്ചിരിക്കുന്നു. ധൂമയെക്കുറിച്ചുള്ള പ്രവാചകം. കാവൽക്കാരാ, രാത്രി എന്തായി? കാവൽക്കാരാ, രാത്രി എന്തായി എന്ന് ഒരുത്തൻ സേരിയിൽ നിന്ന് എന്നോട് വിളിച്ചു ചോദിക്കുന്നു. അതിന് കാവൽക്കാരൻ, പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിച്ചു കൊള്ളുവീൻ, പോയി വരുവീൻ എന്ന് പറഞ്ഞു. അറബി ദേശത്തെക്കുറിച്ചുള്ള പ്രവാചകം. ദേദാന്യരുടെ സാർത്ഥഗണങ്ങളായുള്ളവരെ, നിങ്ങൾ അറബിയിലെ കാട്ടിൽ രാപാർപ്പീൻ. തേമാദേശ നിവാസികളെ, നിങ്ങൾ ദാഹിച്ചിരിക്കുന്നവന് വെള്ളം കൊണ്ടു ചെല്ലുവീൻ. ഓടിപ്പോകുന്നവരെ അപ്പവുമായി ചെന്ന് എതിരേൽപ്പീൻ. അവർ വാളിനെ ഒഴിഞ്ഞു ഓടിപ്പോകുന്നവരാകുന്നു. ഊരിയ വാളിനെയും കുലച്ച വില്ലിനെയും യുദ്ധത്തിന്റെ കൊടുമയെയും ഒഴിഞ്ഞ് ഓടുന്നവർ തന്നെ. കർത്താവ് ഇപ്രകാരം എന്നോട് അരുളി ചെയ്തു, കൂലിക്കാരന്റെ ആണ്ട് പോലെയുള്ള ഒരു ആണ്ടിനകം കേദാരിന്റെ മഹത്വമൊക്കെയും ക്ഷയിച്ചു പോകും. കേദാര്യരിൽ വീരന്മാരായ വില്ലാളികളുടെ കൂട്ടത്തിൽ ശേഷിക്കുന്നവർ ചുരുക്കമായിരിക്കും. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 1 അധ്യായം. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവൻ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും
അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും, കർത്താവേ, നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും. വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല എന്നു പറയുന്നു. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അവർക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെട്ട സേവകാത്മാക്കളല്ലയോ?